നമസ്കാരം, ഞാൻ ഡോക്ടർ Maya Peethambaran M&M Gastro Careയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊറോണ കാലത്ത് നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നതും ഈ കൊറോണ കാരണം തന്നെയാണ്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമാണ്. ഈ വീഡിയോ ചെയ്യാതിരുന്ന സമയത്തും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹവും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയെ പറ്റിയാണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ 28 ആയിരുന്നു. അത് ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ബ്ലംബർഗിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം ആണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് കണ്ടുപിടിച്ചതും പിന്നെ അതിന് രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഹെപ്പറ്റൈറ്റിസ് ബിയെ വാക്സിൻ കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ഒരു ആദരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. ബട്ട് എന്താണ് ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഇങ്ങനൊരു ദിനം ആചരിക്കാനുള്ള കാരണം? നമ്മൾ ലോകത്താകമാനമുള്ള കണക്കുകൾ നോക്കിയാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബാധിതരായ ആളുകൾ വളരെ വലിയൊരു ദശലക്ഷക്കണക്കിന് ആളുകളാണ്. ഏകദേശം 350 മില്യൺ ആൾക്കാർക്കാണ് ഈ രോഗബാധ ഉള്ളത്. അതിൽ 1.4 മില്യണോളം ആളുകൾ വർഷാവർഷം ഈ രോഗം കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഒരു 80 മുതൽ 90% ആളുകൾക്ക് ഇങ്ങനെ ഒരു രോഗബാധിതരാണെന്നുള്ള വിവരം പോലും അറിയുന്നില്ല. പല കോംപ്ലിക്കേഷൻസ് ആയതിനു ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് തന്നെ അവർ അറിയുന്നത്. ഇപ്പം നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പറ്റി നോക്കുകയാണെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് 5 തരം വൈറസുകൾ കാരണം ഉണ്ടാവും. അതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും, അതായത് ആദ്യത്തെയും അവസാനത്തെയും വലിയ പ്രശ്നമില്ലാത്ത വൈറസുകളാണ്. അത് സാധാരണ മലിനമായ ജലത്തിൽ കൂടെ ഭക്ഷണത്തിൽ കൂടിയാണ് പകരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഡ്രോം സിംറ്റംസ് എന്ന് പറയും, അതായത് പനി, അതോടൊപ്പം ഒരു മേലുവേദന, ക്ഷീണവും ഒക്കെ ആയി തുടങ്ങുന്ന ഈ അസുഖം പിന്നെ മഞ്ഞപ്പിത്തം വരെയും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ചില ആളുകളിൽ 4 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. അതിനുശേഷം ഈ വൈറസ് ബാധയിൽ നിന്നും രോഗി പൂർണ്ണമായും മുക്തരാകുകയാണ് പതിവ്. ഒരു 1% താഴെയുള്ള രോഗികൾക്ക് ഈ രോഗം കുറച്ചുകൂടെ മൂർച്ഛിക്കുകയും ഒരു പക്ഷേ അത് ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ ഫൾമിനൻറ്റ് ലിവർ ഫെയിലിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അത് ചിലപ്പോൾ മരണകാരണം വരെ ആയേക്കാം. അങ്ങനെ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന ആളുകൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പുതിയ ജീവൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കുറച്ചുകൂടെ വ്യത്യാസമുള്ള വൈറസുകളാണ്. അത് പകരുന്ന രീതി രോഗബാധിതനായ ആളുടെ രക്തം അല്ലെങ്കിൽ ദ്രവം, അതായത് സെക്രീഷൻസിൽ കൂടിയാണ് ഇത് പകരുന്നത്. അത് സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത, അതായത് രോഗി ഉപയോഗിച്ച നീഡിൽസ് അല്ലെങ്കിൽ സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നതിലൂടെയോ അണുവിമുക്തമല്ലാത്ത ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണത് പകരുന്നത്. ഈ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടുതലായും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പിന്നെ സിറിഞ്ചസൊന്നും ആരും വീണ്ടും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായി സ്റ്റെറിലൈസ്ഡ് അല്ലാതെ ഉപയോഗിക്കുന്നില്ല. കൂടുതലായും ഈ ഡ്രഗ് അബ്യൂസ് ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് ഡ്രഗ് അഡിക്ട്സിൽ പിന്നെ ഈ ടാറ്റൂയിങ്, അതായത് കയ്യിലൊക്കെ പച്ച കുത്തുന്ന സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ലൈംഗിക ബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷനാണ്. അതുപോലെ രോഗബാധിതയായ അമ്മയിൽ നിന്നും കുട്ടിയിലേക്കും ഈ വൈറസ് പകരാം. ഇങ്ങനെ വൈറസ് ബാധിതനായ ഒരാൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പനിയോ നേരത്തെ പറഞ്ഞ പോലെ പ്രോഡ്രോമൽ സിംറ്റംസ്, സന്ധിവേദന, ഛർദി മുതലായവ തുടങ്ങി വൈറൽ പിന്നെ മഞ്ഞപ്പിത്തമായി വരികയും അതിനുശേഷം ഒരു 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ മഞ്ഞപ്പിത്തം പൂർണ്ണമായും മാറിപ്പോവുകയാണ് പതിവ്. 1% താഴെയുള്ള ആളുകൾക്ക് ലിവർ ഫെയിലിയർ വരെ വരാം. എന്നാൽ രോഗലക്ഷണങ്ങൾ മാറിയാലും പലപ്പോഴും ഈ രോഗിയിൽ ഈ വൈറസ് കംപ്ലീറ്റായിട്ട് മാറുന്നില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞാലും ഈ വൈറസിൻ്റെ ടെസ്റ്റുകൾ പോസിറ്റീവായി വന്നാലാണ് നമ്മൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ കാര്യത്തിലാണെങ്കിൽ മിക്കവാറും ആളുകളിൽ ഈ വൈറസ് രോഗിയിൽ കടന്ന് പോകുന്നത് അല്ലെങ്കിൽ കടക്കുന്നത് രോഗി അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു ഡോർമെൻറ്റ് സ്റ്റേജ്, അതായത് പ്രകടമല്ലാത്ത രീതിയിൽ ശരീരത്തിൽ
ഉറങ്ങിക്കിടക്കാം. അതാണ് ഈ ബി വൈറസിൻ്റെയും സി വൈറസിൻ്റെയും പ്രത്യേകത. അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ടാണെങ്കിലും അവർക്ക് ക്ലിനിക്കലി ഇംപ്രൂവ്മെൻ്റ് ആയാലും ഒരു 90% വരെ നവജാത ശിശുക്കളിൽ, 50% വരെ മുതിർന്ന കുട്ടികളിലും, 5% വരെ മുതിർന്ന ആളുകളിലും ഈ വൈറസ് രോഗലക്ഷണങ്ങൾ മാറിയാലും ക്രോണിസിറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ വൈറസ് ബാധയുടെ ഒരു പ്രത്യേകത. അതായത് പ്രകടമായ രോഗലക്ഷണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൾട്ട് ടാസ്ക്കാണ്, ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതിനാണ് ഈ രോഗാരോഗ്യ സംഘടനകൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഡേ നമ്മൾ ആചരിക്കുന്നതും അതോടനുബന്ധിച്ച് ഒരുപാട് ആളുകളെ സ്ക്രീൻ ചെയ്ത് ഈ വൈറസ് ബാധിതരായോ എന്നുള്ള കണ്ടുപിടിക്കേണ്ട ഇപ്പോൾ പുതിയൊരു നമ്മുടെ ഈ കൊല്ലത്തെ സ്ലോഗൻ എടുത്ത് നോക്കിയാൽ ഫൈൻഡ് ദ മിസ്സിംഗ് മില്യൺസ് എന്നാണ്. അതായത് ഈ രോഗബാധിതരായ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൊല്ലത്തെ സ്ലോഗൻ. അപ്പോൾ അങ്ങനെ ഈ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പ്രകടമല്ലാത്ത വൈറസിനെ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയാണ് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് സഹായിക്കുന്നത്. അതായത് പ്രകടമായ രോഗലക്ഷണമില്ലാത്ത ആളുകളിൽ ചെയ്യുന്ന ടെസ്റ്റിനാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിക്കാണെങ്കിൽ HBsAgയും ഹെപ്പറ്റൈറ്റിസ് സിക്കാണെങ്കിൽ anti-HCV എന്ന ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഫലപ്രദമായ ആൻറ്റിവൈറൽസ് അല്ലെങ്കിൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വൈറസിൻ്റെ ദോഷം അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കരളിൽ ഉണ്ടാക്കുന്ന ദോഷം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഈ വൈറസ് പ്രകടമല്ലെങ്കിലും നമ്മുടെ ലിവറിനുണ്ടാക്കാവുന്ന ദോഷങ്ങൾ? അത് വൈറസ് ലിവറിൽ പല തരത്തിലുള്ള നീർക്കെട്ടുണ്ടാക്കുകയും പലതവണ ഇങ്ങനെ നീർക്കെട്ടുണ്ടായിക്കഴിഞ്ഞാൽ കരളിൽ കല അല്ലെങ്കിൽ സ്കാറിങ് ഉണ്ടാവുകയും ഭാവിയിൽ അത് ലിവർ സിറോസിസ് വരെ ആകാം. ചില രോഗികളിൽ ഇങ്ങനെ വർഷങ്ങളായി സിറോസിസ് ഉള്ള രോഗികളിൽ ലിവർ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രോഗികൾ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം രോഗബാധിതൻ 5 വർഷമോ 10 കൊല്ലമോ മുമ്പേ ആയിരിക്കാം. പക്ഷേ നമ്മൾക്ക് പ്രകടമായ സിംറ്റംസ് ആയിട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ടി വരുന്നത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയതിനു ശേഷം, അതായത് ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ ഒക്കെ ആയതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ വൈറസ് ബാധിതനായ ഒരാളെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രിവെൻഷൻ. അതായത് ഈ വൈറസ് ബാധ ഉണ്ടാവാതിരിക്കാൻ ഇപ്പോൾ ഫലപ്രദമായ വാക്സിൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്. അപ്പോൾ അത് പ്രായഭേദമന്യേ മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും നവജാത ശിശുക്കൾക്കും എടുക്കാം. നവജാത ശിശുക്കൾക്ക് ഇപ്പോൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് വൈറസ് ബാധ ഉണ്ടാകുന്നത് തടയാനായിട്ട് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും നമ്മൾ ജനിച്ച ഉടനെ കൊടുക്കും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബിൻസും ഉണ്ട്. ഇത് ഒരു 90 to 95% ഈ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഈ വൈറസ് ബാധ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ സ്ലോഗൻ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ എന്നാണ്. അതായത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഈ വൈറസ് ബാധ തടയാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് അവർ നമുക്ക് തരുന്ന സന്ദേശം. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്ക്രീൻ ചെയ്യണം. നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വാക്സിനേറ്റ് എടുക്കണം. അതുപോലെ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ മുന്നോട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഇപ്പോൾ ഫലപ്രദമായ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ മറുപടി പറയുന്നതാണ്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞങ്ങൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.